ജീവിത വിജയമാകട്ടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കാതെ പടിപടിയായി ചുവടുകൾ വെച്ച് മുന്നേറാം. ആ മുന്നേറ്റത്തിനായി ഒരുങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചില ചിന്തകളുമായി നിങ്ങളോടൊപ്പം. ഒന്നാമതായി, ചിട്ടയായ ദിനചര്യ. എല്ലാറ്റിനും ആരംഭമായി ദൈവവിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുന്നവരായി തീരണം. ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാശീലം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ ചിട്ടയായിട്ടുള്ള ഒരു ടൈം ടേബിളിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാസ്തവമായി നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയും. രണ്ടാമതായി, ചുമതലയുള്ളവരാകുക. അപ്പോൾ നിങ്ങളിൽ വലിയ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതായ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് അന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, പഠനം മാത്രമല്ല നിങ്ങളുടെ ചുമതല എന്നുകൂടി ഓർക്കുക. സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സമൂഹത്തിൽ നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ ചുമതലയുള്ളവരാണ്, അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ മുമ്പിൽ കണ്ടിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പടിപടിയായി കയറാൻ കഴിയും. മാത്രമല്ല, പുതിയ തീരുമാനങ്ങൾ എടുക്കണം. ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കുവാൻ കഴിയുന്നത്, അത് നിങ്ങൾ വലുതായി വളർന്നു വരുംതോറും ആ തീരുമാനങ്ങൾ കൂടുതൽ നിങ്ങളെ സഹായകരമാക്കും. ആ തീരുമാനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ കഴിയും. നമുക്കറിയാം, ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്, ഇന്നത്തെ തലമുറകൾ എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് ലക്ഷ്യമില്ലാതെ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച്, അവരുടെ ഭാവി സ്വപ്നങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് അവർ സാമൂഹികമായ വിപത്തുകളിലേക്കൊക്കെ അവർ കടന്നു പോകുന്നു. അവർ വഴിതെറ്റി പോകുന്ന അനുഭവങ്ങളാണ് നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് മുൻപിൽ ആയിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ മുൻപിലിരിക്കുന്ന തലമുറകളോട് ഒരേ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം വഴിതെറ്റിയുള്ള സഞ്ചാരത്തിലൂടെയല്ല കൊണ്ടുപോകേണ്ടത്. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ചിട്ടയായ ദിനചര്യങ്ങളും നമുക്ക് ചുമതലയുള്ള നാം ഓരോരുത്തരും ചുമതലയുള്ളവരാണെന്നുള്ളതായ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെ വേണം നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയേണ്ടത്. അങ്ങനെ ആ ഒരു നല്ല അനുഭവത്തിലേക്ക് പോകുവാൻ സർവശക്തനായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.